ഗായ്സ്, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് വെച്ചാൽ ജെറോം വ്ളോഗ്സ്. നമ്മളിന്ന് മലയാളം റിഡിൽസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ആരാണ് പെൺകുട്ടി? എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൺകുട്ടി. നമുക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്കിതൊന്ന് നോക്കാം. മലയാളം റിഡിൽസാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ മെഹുലിന്റെ അടുത്ത് ഒരു കേസുകളും വന്നിരുന്നില്ല. സമയം ഉച്ച കഴിഞ്ഞിരുന്നു. മെഹുൽ വീട്ടിലിരുന്ന് ബോറടിച്ചു തുടങ്ങി. നേരം ഇത്രയുമായല്ലോ, ഇന്ന് വേറെ കേസുകളൊന്നും വന്നിട്ടുമില്ല. തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാം. ഇനി എന്നാ ഇങ്ങനെ ഫ്രീ ആകുന്നതെന്ന് പറയുവാൻ കഴിയില്ലല്ലോ. മെഹുൽ തന്റെ ബുള്ളറ്റിൽ തിയേറ്ററിലേക്ക് തിരിച്ചു. ബുള്ളറ്റ് ആണോടാ പുള്ളിയുടെ? എന്റെ മോനെ സീൻ ബുള്ളറ്റ്. ഇത് ബുള്ളറ്റാണോ? മെഹുലിന്റെ വീട്ടിൽ നിന്നും 10 കിലോമീറ്ററിനകത്ത് 3 തിയേറ്ററുകളുണ്ട്. ആദ്യത്തെ തിയേറ്റർ 6 കിലോമീറ്ററിനകത്താണ്. പക്ഷേ റോഡ് മോശമായതിനാൽ അവിടെ എത്തുവാൻ ഏകദേശം 20 മിനിറ്റോളം എടുക്കും. അടുത്ത തിയേറ്റർ 7 കിലോമീറ്ററിനടുത്താണ്. മെയിൻ റോഡിൽ നിന്നും അവിടേക്ക് എത്തുവാൻ 15 മിനിറ്റുകൾ മാത്രമേ എടുക്കൂ. പക്ഷേ മെയിൻ റോഡിൽ കൺസ്ട്രക്ഷൻ പണി നടക്കുകയാണ്. അതുകൊണ്ട് വേറൊരു വഴിയിൽ കൂടി പോകേണ്ടതായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ മെഹുലിന് 1 കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിക്കുകയും വേണം. മൂന്നാമത്തെ തിയേറ്റർ 9 കിലോമീറ്റർ ദൂരത്താണ്. ഇവിടെ എത്തണമെങ്കിലും മെഹുലിന് 20 മിനിറ്റ് യാത്ര ചെയ്യണം. ട്രാഫിക് ഉണ്ടെങ്കിലും കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ലോജിക്കൽ ആർമി വേഗം ചിന്തിക്കുക. 1, 2, 3 ഇതിൽ ഏത് തിയേറ്റർ ആയിരിക്കും തിരഞ്ഞെടുക്കുക? എനിക്ക് ഉറപ്പാ. കാരണങ്ങളൊന്നും എന്നോട് ചോദിക്കില്ല. മെഹുൽ ആദ്യത്തെ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ 20 മിനിറ്റ് എടുക്കും. മൂന്നാമത്തെ തിയേറ്ററിൽ പോയാലും 20 മിനിറ്റോ അതിൽ കൂടുതലോ എടുക്കും. എന്നാൽ രണ്ടാമത്തെ തിയേറ്ററിൽ എത്തുവാൻ വെറും 15 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. അഥവാ 1 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചാൽ പോലും 20 മിനിറ്റിലും കുറവ് സമയമേ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് മെഹുൽ തിയേറ്ററിലേക്ക് എത്തുന്നു. അവിടെ എച്ച് ദ ഗോസ്റ്റ് സെന്റർ കാണിച്ചുകൊണ്ടിരിക്കുക. മെഹുൽ സീറ്റിൽ സുഖമായിരുന്ന കാർട്ടൂൺ കാണുവാൻ തുടങ്ങി. ഉടനെ തന്നെ തിയേറ്ററിന്റെ പുറത്തു നിന്നും ആരോ ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. മെഹുൽ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി. അവിടുത്തെ കാഴ്ച കണ്ട് ശരിക്കും മെഹുൽ അമ്പരന്ന് പോയി. രണ്ടുപേർ ചേർന്ന് ഒരാളെ കമ്പ് കൊണ്ട് മർദ്ദിക്കുകയാണ്. മെഹുൽ അങ്ങോട്ടേക്ക് ചെന്ന ഉടനെ അവർ ഗൗതം നഗറിനെ ലക്ഷ്യമാക്കി അവരുടെ ബൈക്ക് ഓടിച്ചു പോയി. മെഹുൽ ഉടൻ തന്നെ തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുവാൻ ശ്രമിച്ചു. അപ്പോഴാണ് അയാളുടെ ബൈക്കിന്റെ മുഴുവൻ പെട്രോളും ലീക്ക് ചെയ്തതായി കാണുന്നത്. ആരോ മനഃപൂർവ്വം പെട്രോൾ ഇവന്മാർ ഭയങ്കര ബുദ്ധിമാന്മാരാണല്ലോ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വണ്ടികളുടെയും പെട്രോൾ ഇവന്മാർ തുറന്നു വിട്ടിരിക്കുകയാണ്. ആരും അവരെ പിന്തുടരാതിരിക്കുവാൻ വേണ്ടിയിട്ട്. മെഹുൽ ഉടൻ തന്നെ ആംബുലൻസിനെ വിളിക്കുന്നു. 2 മിനിറ്റ് കഴിഞ്ഞതും ആംബുലൻസ് എത്തിച്ചേരുന്നു. അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് 3 വഴികളാണുള്ളത്. ആദ്യത്തെ വഴിയാണ് ഷോർട്ട് കട്ട്. പക്ഷേ അതിനിടയിൽ ഒരു പഴയ തെരുവുണ്ട്. അതിലൂടെ 4 വീലർ വണ്ടികൾക്ക് യാത്ര ചെയ്യുവാൻ നന്നേ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ വഴി വളരെ ദൂരം കൂടിയതാണ്. ഇവിടെ നിന്നും ഹോസ്പിറ്റലിൽ എത്തുവാൻ ഏതാണ്ട് 40 മിനിറ്റോളം എടുക്കും. മൂന്നാമത്തെ വഴി ഒരു നാട്ടുപാതയാണ്. ആ റോഡിൽ ദുർഘടമായ കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളാണ് കൂടുതലും. ഇത്തരം റോഡിൽ കൂടി ആംബുലൻസ് ഓടിക്കുന്നത് ഉള്ളിൽ കിടക്കുന്ന രോഗിക്ക് ദോഷങ്ങൾ ഉണ്ടാക്കും. ലോജിക്കൽ ആർമി ചിന്തിക്കൂ. മെഹുൽ എന്തായിരിക്കും തീരുമാനിക്കുക? ഇത് രോഗിയെ കൊണ്ടുപോകാനാണോ അവന്മാരെ പിടിക്കാനായിട്ടാണോ? രോഗിയെ കൊണ്ടുവരാൻ. ഈ ബിയിലാണ് നമ്മൾ. കുണ്ടും കുഴിയും ഒന്നുമില്ല, നല്ല സ്ട്രെയിറ്റ് റോഡ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇറങ്ങി. ഇത് 40 മിനിറ്റ് എടുക്കും അവിടെ ചെല്ലാൻ. ഇതെനിക്ക് ഉറപ്പില്ല. എനിക്ക് തോന്നുന്നു അവർ 1 മിനിറ്റ് കുറച്ച് തരുന്നു. നമുക്ക് ട്രൈ ചെയ്യാം. മൂന്നാമത്തെ വഴി അപകടകരമാണ്. ആദ്യത്തെ വഴിയിൽ ഒരു തെരുവുണ്ട്. അതിലൂടെ 4 വീലറിന് യാത്ര ചെയ്യുവാനും കഴിയും. പക്ഷേ 2 വീലറിന് യാത്ര ചെയ്യുവാൻ കഴിയും. ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസ് എടുത്തുകൊണ്ട് അവിടെ വരെ എത്തിച്ചേർന്നു. അവിടെ മെഹുലിന്റെ ഒരു സുഹൃത്ത് ബൈക്കുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മെഹുൽ ആ പരിക്കേറ്റ ആളുടെ ബൈക്കിൽ കയറ്റിയിരുന്നു. എന്നിട്ട് അയാളെ പിടിച്ചുകൊണ്ട് ബൈക്കിന്റെ പുറകിൽ കയറി. അവർ ആ തെരുവിലെ ചെറിയ വഴിയിൽ കൂടി ബൈക്കിൽ 20 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങള് ഗണിച്ചറിയോ അവിടെ ബൈക്കും കൊണ്ട് ആള് നിൽപ്പുള്ളത്? അത് കൊള്ളാല്ലേ. ഹോസ്പിറ്റലിൽ അയാൾക്കുള്ള ചികിത്സ ഉടനെ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഡോക്ടറിന് അയാളെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു, ഇയാളുടെ കിഡ്നിയിൽ ഒരു അടി കെട്ടിയിരിക്കുന്നു. അതിലൂടെ മറന്നുപോയി. അങ്ങനെയാ മരണം സംഭവിച്ചത്. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. തിയേറ്ററിന് പുറത്തു വെച്ച് അവന്മാർ ഇയാളെ കൊന്നത്. ഞാൻ അവരെ വെറുതെ വിടുകയില്ല. മെഹുൽ മരിച്ച ആളുടെ ബോഡി വിശദമായി പരിശോധിക്കുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്നും കുറച്ച് പണവും ഡോക്യുമെന്റ്സും കിട്ടുന്നു. ഒരു പൗഡർ നിർമ്മാണ കമ്പനിയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. മെഹുൽ ഒരാളെ വിളിച്ച് തന്റെ ബൈക്കിൽ പെട്രോൾ നിറയ്ക്കുന്നതിന് ആവശ്യപ്പെടുന്നു. എന്നിട്ട് ആ ബൈക്കുമായി ഹോസ്പിറ്റലിലേക്ക് വരുവാൻ പറഞ്ഞു. മെഹുൽ ഡോക്ടർ സഞ്ജനയെ വിളിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡോക്ടർ സഞ്ജന കോൾ എടുത്തില്ല. ഞാൻ നേരിട്ട് പോയി ഡോക്ടർ സഞ്ജനയെ കാണും. മെഹുൽ ബൈക്കും എടുത്ത് വേഗം ലാബിലേക്ക് യാത്ര തിരിച്ചു.
ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഗുഡു 3rd ക്ലാസ്, ടിങ്കു 10th ക്ലാസ്, രാഹുൽ 12th ക്ലാസ്, വിശാൽ 2nd സെമസ്റ്റർ. ഓഡ്മാൻ ഔട്ട് ഉണ്ട്. ലോജിക്കൽ ആർമി എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? ആരാണ് ഓഡ്മാൻ ഔട്ട് എന്ന്? സെക്കൻഡ് സെമസ്റ്റർ ആണോ? അതെ, സെക്കൻഡ് സെമസ്റ്റർ അല്ലേ? അല്ല, ഗുഡു, ടിങ്കു, രാഹുൽ എന്നിവർ സ്കൂൾ കുട്ടികളാണ്. എന്നാൽ വിശാൽ കോളേജ് സ്റ്റുഡന്റ് ആണ്. മെഹുൽ 4ാമത്തെ നമ്പർ പ്രസ് ചെയ്തു. എന്നിട്ട് ലാബിന്റെ ഉള്ളിലേക്ക് കിടക്കും. മെഹുൽ ലാബിനുള്ളിൽ കടന്നപ്പോഴാണ് ഡോക്ടർ സഞ്ജന അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. മെഹുലിന്റെ കണ്ണുകൾ അവിടെ വെച്ചിരുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് പതിക്കുന്നു. അതിന്റെ ഡെസ്ക്ടോപ്പിലെ സ്ക്രീനിൽ ഒരു ഫോൾഡർ ഓപ്പൺ ആയിരിക്കുന്നു. അതിൽ വിജയ് എന്ന പേരുള്ള ഒരു ഫയൽ കാണും. മെഹുൽ ആ ഫയൽ തുറന്നു നോക്കുമ്പോൾ വിജയെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നു. ചില രഹസ്യ രേഖകളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഡോക്ടർ സഞ്ജനയ്ക്ക് ഇതുമായി എന്താണ് ബന്ധം? ഉടനെ ലാബിന്റെ അലമാരയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. മെഹുൽ അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഡോക്ടർ സഞ്ജനയെ പൂട്ടിയിട്ടിരിക്കുന്നു. ഡോക്ടർ സഞ്ജന, നിങ്ങൾ ഇതിനകത്ത് എങ്ങനെ അകപ്പെട്ടു? മെഹുൽ, അവർ എന്നെ ഇതിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് കടന്നു കളഞ്ഞു. ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് വിജയുടെ കേസ് അന്വേഷണം നടത്തുമെന്ന് അവർ ചേച്ചി പറഞ്ഞിട്ട് അവരെന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടു. എന്തോ ഒരു സംശയം തോന്നിയിരിക്കും. എനിക്കെല്ലാം ഡീറ്റെയിൽ പറഞ്ഞു തരൂ. വിജയ് ജോലി ചെയ്യുന്ന കമ്പനിയിലെ ചിലർ നിയമവിരുദ്ധമായി എന്തോ പൗഡർ ഉണ്ടാക്കുന്നതായി എന്നോട് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ വിജയ് എനിക്ക് തന്നിരുന്നു. അത് ഞാൻ എന്റെ ലാപ്പിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുവാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോഴേക്കും അവർ എന്നെ പൂട്ടിയിട്ടിട്ട് കടന്നു കളഞ്ഞു. ഡോക്ടർ സഞ്ജന, നിങ്ങൾ വളരെ ധൈര്യമാണ് കാണിച്ചത്. ഞാൻ പോലീസിനെ കൂടി അവരെ പിടികൂടുക തന്നെ ചെയ്യും. മെഹുൽ അപ്പോൾ തന്നെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു. മെഹുലും പോലീസുകാരും തെളിവുകൾ വിശദമായി പരിശോധിച്ചു. വിജയ് ജോലി ചെയ്യുന്ന കമ്പനിയിലെ സീനിയർ ആയിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ അവിടെ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യം അപ്പോഴാണ് മനസ്സിലായത്. മെഹുൽ അവരെ പിടികൂടുന്നതിനുള്ള പ്ലാൻ ഉണ്ടാക്കി. അവരെ തെളിവുകളോടുകൂടി തന്നെ പിടികൂടേണ്ടിയിരിക്കുന്നു. രാത്രിയായതും പോലീസും മെഹുലും കമ്പനിയുടെ പുറത്തൊളിച്ചിരുന്നു. അല്പം കഴിഞ്ഞ് കുറച്ച് ട്രക്കുകൾ അവിടേക്ക് വരും. അതിൽ അവർക്ക് സംശയം തോന്നി. പോലീസും മെഹുലും അതിനെ പരിശോധിച്ചു. അതിൽ നിന്നും നിയമവിരുദ്ധമായ പൗഡർ ഉണ്ടാക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ കണ്ടെടുത്തു. കമ്പനിയുടെ അധികാരികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വിജയുടെ കൊലപാതകയും അറസ്റ്റ് ചെയ്തു. നമുക്കിനി അടുത്ത കേസ് നോക്കാം. ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ആ സമയം VIP-യുടെ കൊലയും നടക്കുന്നു. മാനേജർ ഡിറ്റക്റ്റീവ് മെഹുലിനെ പെട്ടെന്ന് വിളിച്ചു വരുത്തുന്നു. മാനേജർ മെഹുലിനോട് പറയുന്നു, ആ സമയം ഹോട്ടലിൽ 3 പേരുണ്ടായിരുന്നു. അവർ ഗസ്റ്റിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ 3 പേരെയും ചോദ്യം ചെയ്തു. കൊല നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? വെയിറ്റർ പറഞ്ഞു, സർ ഞാൻ ഫുഡ് സെർവ് ചെയ്യുകയായിരുന്നു. മാനേജർ പറഞ്ഞു, സർ ഞാൻ ഓഫീസിൽ മീറ്റിംഗ് ചെയ്യുകയായിരുന്നു. ഷെഫ് പറഞ്ഞു, സർ ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്യുകയായിരുന്നു. 2 മിനിറ്റ് ഈ ഗസ്റ്റിന് സോൾട്ട് കൊടുക്കുവാൻ വേണ്ടി മാത്രം വന്നിരുന്നു. മെഹുൽ 3 പേരും പറയുന്നത് കേൾക്കുന്നു. എന്നിട്ട് ക്രൈം സീൻ വീണ്ടും നോക്കിയപ്പോൾ മനസ്സിലായി ആരാ കള്ളം പറയുന്നത്. അവന് ചായക്കകത്ത് ആരെങ്കിലും സോൾട്ട് ഇടുവോ, ഉപ്പിടുവോ? ഷെഫ് ക്രൈം സീനിൽ സോൾട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അവൻ ഒരു കാര്യം മിസ് ചെയ്തു. അയാൾ കോഫിയാണ് കുടിക്കുന്നത്. അയാൾക്ക് സോൾട്ടിന്റെ ആവശ്യമേ ഇല്ല. അവന്റെ പ്ലാനിങ് ഫെയിൽ ആകുന്നു. അവനെ കൈയോടെ പിടികൂടുന്നു. വരും നമുക്ക് അടുത്ത റെഡിലേക്ക് പോവാം. സിനിമാ ഹാളിൽ നിന്ന് മെഹുലിന്റെ മാനേജറുടെ കോൾ വരുന്നു. അയാൾ മെഹുലിനോട് അവിടെ മോഷണം നടന്ന കാര്യം പറയുന്നു. മെഹുൽ പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരുന്നു. മാനേജർ മെഹുലിനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പുതിയ മൂവിയുടെ റീൽ സെറ്റ് മോഷണം പോയിരിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആരെങ്കിലും മോഷ്ടിക്കുവാൻ തക്ക? എനിക്ക് ആ സമയം റീലിന്റെ അടുത്തുണ്ടായിരുന്ന 4 പേരെ സംശയമുണ്ട് സർ. രോഹൻ ക്ലീൻ ചെയ്യുന്ന ആൾ, മമത ടിക്കറ്റ് ചെക്കർ, പൂരം ഒരു ഓഡിയൻസ് ആണ്, കവിൻ മൂവി ഹാളിലെ സ്റ്റാഫാണ്. മെഹുൽ 4 പേരെയും വിളിച്ച് ചോദ്യം ചെയ്തു. ഇവിടെ മോഷണം നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? കവിൻ പറഞ്ഞു, സർ ആ സമയം ഒരു മൂവി തീർന്ന് ഞാൻ അടുത്ത മൂവിക്ക് വേണ്ടി ഹാൾ റെഡിയാക്കുകയായിരുന്നു. മമത പറഞ്ഞു, ലാസ്റ്റ് ഷോ കഴിഞ്ഞ് ടിക്കറ്റ് കൗണ്ടറിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതിനാൽ ഞാൻ മുഴുവൻ സമയവും അവിടെയായിരുന്നു. പൂരം പറഞ്ഞു, സർ ഞാൻ ലാസ്റ്റ് ഷോയുടെ മൂവി കാണാൻ വന്നതാണ്. എനിക്കൊന്നും അറിയില്ല സർ. രോഹൻ പറഞ്ഞു, ഞാൻ വാഷ്റൂമിൽ വൃത്തിയാക്കുകയായിരുന്നു. എനിക്കൊന്നും അറിയില്ല സർ. ഇവനല്ല 4 പേരും പറയുന്നത്. എടാ ലാസ്റ്റ് ഷോ കഴിഞ്ഞ് അടുത്ത ഷോയ്ക്ക് വരുന്നല്ലേ പുള്ളിക്കാരൻ പറഞ്ഞേ. ലാസ്റ്റ് ഷോ കാണാൻ വന്നതാണ്. അതല്ല ആദ്യം പറഞ്ഞോളൂ. ലാസ്റ്റ് ഷോ കഴിഞ്ഞ് അടുത്ത ഇതിന് പോവാ. അടുത്ത സിനിമ ലാസ്റ്റ് ഷോ കഴിഞ്ഞല്ലോ. ഇനി എന്നത്തിനാ ഞാൻ പറയാം. ഒരു സംശയം. ആ പെൺകൊച്ചില്ലേ കൗണ്ടർ ഇരിക്കുന്നേ, ആ കൊച്ചും പറഞ്ഞു തന്നെ ലാസ്റ്റ് ഷോ കഴിഞ്ഞപ്പോ ടിക്കറ്റ് കൗണ്ടറിൽ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് ആ 2 പേരെ സംശയമുണ്ട്. എനിക്കാകെ അഭിനയുള്ള 4ാമത്തെ കേൾക്കുന്നു. ക്രൈം സീനും നല്ലതുപോലെ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് മനസ്സിലാക്കുന്നു ആരാണ് കള്ളം പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? മെഹുൽ ഹാളിൽ നോക്കിയപ്പോൾ 5-6 പേർ മാത്രമേ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഇവിടെ തിരക്കെവിടെയാണ്? മമത പറഞ്ഞത് തിരക്കായത് കാരണം അവൾ ടിക്കറ്റ് കൗണ്ടറിൽ ബിസി ആയിരുന്നു എന്നാണ്. 5-6 പേർക്ക് വേണ്ടി അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എന്ത് തിരക്ക്? ശരിക്കും അവൾ പറയുന്നത് കള്ളമാണ്. മെഹുൽ അവളെ കൈയോടെ പിടികൂടുന്നു. വരുന്നു കഴുത്തരടിലേക്ക് പോകും. സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മെഹുലിന്റെ കോൾ വരും. അവിടെ ഒരു രോഗിയുടെ കൊല നടന്നിരിക്കുന്നുവെന്ന് പറയുന്നു. മെഹുൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നു. ഇന്നലെ ഇവിടെ ഒരു ക്രിമിനലിന്റെ ട്രീറ്റ്മെന്റ്സിന് വേണ്ടി കൊണ്ടുവന്നിരുന്നു. ഇന്ന് രാവിലെ ആരും അയാളെ കൊലപ്പെടുത്തി. ഈ ക്രിമിനലിന്റെ കൂടെ വാർഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഡോക്ടർ 4 പേരെയും മെഹുലിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ഇന്നലെ രാത്രി എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിരുന്നു? പവൻ പറഞ്ഞു. സർ, ഞാൻ ഇന്നലെ വൈകുന്നേരം മുതൽ അബോധാവസ്ഥയിലായിരുന്നു. ശ്വേത പറഞ്ഞു. സർ, എന്നെ ഇന്നലെ വൈകുന്നേരം ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോയി. ഇന്ന് രാവിലെ ആ ബോധം വന്നത്. നിക്കാന്ത് പറഞ്ഞു. ഞാൻ വാർഡിന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ഡ്യൂട്ടി തീരുന്നതിന് മുൻപ് ഞാൻ നോക്കിയപ്പോൾ എല്ലാ രോഗികളും ഉറങ്ങുകയായിരുന്നു. കമലേഷ് പറഞ്ഞു. സർ, എനിക്കൊന്നും അറിയില്ല. ഞാൻ വൃത്തിയാക്കുന്ന ആളാണ്. റൂമിൽ വന്ന് വൃത്തിയാക്കിയിട്ട് പോവുകയും ചെയ്തു. മെഹുൽ എല്ലാവരും പറയുന്നത് പെങ്കൊച്ചു പറഞ്ഞ അവർക്ക് ഇന്നലെ ഓപ്പറേഷൻ ആണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പെങ്കൊച്ചു ഇങ്ങനെ 2 ദിവസമെങ്കിലും കഴിഞ്ഞാൽ നേരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. എഴുന്നേറ്റുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാന്ന്. എന്നിട്ട് ക്രൈം സീൻ നല്ലവണ്ണം നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി ആരാണ് കള്ളം പറയുന്നതെന്നും ആരാണ് കൊന്നതെന്നും. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കലാണ്. മെഹുൽ ക്രൈം സീൻ നോക്കി മനസ്സിലാക്കി കൊലയാളി കമലേഷാണ്. കാരണം അദ്ദേഹത്തിന്റെ അടയാളം മേശപ്പുറത്തും ബെഡിലുണ്ട്. എന്നാൽ തറയിൽ മാത്രം എന്തുകൊണ്ടില്ല? അതിനർത്ഥം കമലേഷ് പറയുന്നത് സത്യമാണ്. കമലേഷ് വൃത്തിയാക്കിയെന്ന്. പക്ഷേ കൊല ചെയ്തതിന് ശേഷമാണ് വൃത്തിയാക്കിയത്. മെഹുൽ അവനെ പിടികൂടുന്നു. നമുക്ക് അടുത്ത റെഡിലേക്ക് പോകാം. ഒരു മുറിയിൽ 4 മൂലയുണ്ട്. ഓരോ മൂലയിലും ഓരോ എലികൾ ഇരിക്കുന്നു. ഓരോ എലിയുടെയും മുൻപിൽ 3 എലികളുണ്ട്. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. എന്നിട്ട് എന്നോട് പറയൂ, മുറിയിൽ ആകെ എത്ര എലികളുണ്ട്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. 8 ഉത്തരമാണ് 4. എല്ലാ മൂലയിലും ഓരോ എലിയുണ്ട്. മൂലയിലിരിക്കുന്ന എലിയുടെ മുൻപിൽ 3 എലികൾ അതിന്റെ മുന്നിലുണ്ട്. അപ്പോൾ എങ്ങനെയായാലും 4 തന്നെയായിരിക്കും. അതാണ് DC സ്കൂളിലെ ഒരു കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. സ്കൂളിലെ പ്രിൻസിപ്പൽ മെഹുലിന്റെ സഹായത്തിനായി വിളിച്ചു വരുന്നു. ഇതെങ്ങനെയാ സംഭവിച്ചത്? നമുക്കും അറിയില്ല. നമുക്ക് ഈ നോട്ട് മാത്രമാ കിട്ടിയത്. മെഹുൽ നോട്ട് വായിക്കുന്നു. നമ്മൾ സലോണിയെ കിഡ്നാപ്പ് ചെയ്യുന്നു. പോലീസിനോട് പറയുവാൻ ശ്രമിച്ചാൽ ഫലം അത്ര നല്ലതായിരിക്കില്ല. മെഹുൽ പ്രിൻസിപ്പാലിന്റെ കൂടെ സലോണിയുടെ ക്ലാസ്സിലേക്ക് പോകും. സലോണി എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? സലോണി ഈ ക്ലാസ്സിലെ മോണിറ്ററാണ്. അവൾ തന്റെ ജോലി ടൈമിങ്ങിന് തന്നെ ചെയ്തു തീർക്കും. ഈ ബ്ലാക്ക് ബോർഡ് നോക്കൂ സർ, അവൾ അലങ്കരിച്ചത്. അവൾ രാവിലെ മുതൽ എന്തോ പ്രശ്നത്തിലായിരുന്നു. എന്താണെന്ന് പറഞ്ഞില്ല. സർ, അവൾ ഇന്ന് ലഞ്ചും കൊണ്ടുവന്നിട്ടില്ല. മെഹുൽ എല്ലാവരും പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് ക്ലാസ് റൂം നല്ലതുപോലെ നോക്കി. അപ്പോൾ മനസ്സിലായി സലോണിയെ ആരോ കിഡ്നാപ്പ് ചെയ്തെന്ന്. നിങ്ങൾക്കത് മനസ്സിലായ ലോജിക്കൽ ആർമി? സലോണിയെ വേറെ ആരുമല്ല കിഡ്നാപ്പ് ചെയ്തത്. അവൾ സ്വയം കിഡ്നാപ്പ് ചെയ്തതാണ്. ബ്ലാക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്നതും പിന്നെ അവൾ എഴുതിയിരിക്കുന്നതും 2 ഹാൻഡ് റൈറ്റിംഗും സെയിം ആണ്. അതിനർത്ഥം സലോണി നോട്ട് സ്വയം എഴുതിയതാണ്. മെഹുലിന് ഇത് മനസ്സിലായി. മെഹുൽ അതിനടുത്തൊക്കെ സലോണിയെ നന്നായി തിരക്കും. അപ്പോൾ ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സലോണിയെ കണ്ടെത്തി. അവൾക്ക് സ്കൂളിൽ നിന്നും നല്ല പണിഷ്മെന്റും ലഭിച്ചു. അടുത്തരനിലേക്ക് പോവാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ലൈക്കും സബ്സ്ക്രൈബ് ഇത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു.